ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 40-ാം ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇന്ന് നമുക്ക് യേശുവിന്റെ മരുഭൂമിയിലെ പരീക്ഷണത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. അതോടൊപ്പം തന്നെ യേശുവിന്റെ കുരിശിന്റെ പാതയിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് നാം കാണുന്നത് മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ചാണ്. അതായത് യേശു മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. മരുഭൂമി ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. പ്രലോഭനത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അത് നമ്മൾ അനുഭവിക്കുന്നത് വരെയാണ്. യേശുവിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ യേശുവിന്റെ പ്രലോഭനം എത്തി നിൽക്കുന്നത് സ്വർഗത്തിന്റെ ഉച്ചകോടിയിലാണ്. യേശു മരുഭൂമിയിൽ നിന്ന് കടന്നുപോയത് പറുദീസായിലേക്കാണ്. ഈ പ്രലോഭനങ്ങളെ അരുതെന്ന് പറയുന്നവർക്ക് കടന്നിടാനുള്ള വിശുദ്ധ സ്ഥലമാണ് പറുദീസ. നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് പ്രലോഭനത്തോട് സ്വയം നാം ജയിക്കണം എന്നതാണ്. ഒരു കഥ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു ടീച്ചർ കുട്ടികളോട് ക്ലാസ്സിൽ ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ വ്യക്തി ആരാണ്? കുട്ടികൾ പല രീതിയിലുള്ള മറുപടിയാണ് നൽകിയത്. എങ്കിലും ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ് വ്യത്യസ്തമായ ഒരു മറുപടി. ടീച്ചർ, ഈ ലോകത്തിലെ സുന്ദരനായ വ്യക്തി എന്ന് പറയുന്നത് പിശാചാണ്. ടീച്ചറിന് കൗതുകം തോന്നി. ഇവൻ എന്താണ് ഈ ലോകത്തിലെ സുന്ദരനായ വ്യക്തി പിശാചാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് സുന്ദരനായ വ്യക്തി പിശാചാണെന്ന് പറയാൻ കാരണം? കുട്ടി മറുപടി നൽകി, പ്രലോഭനത്തിൽ നാം വീഴുന്നത് സൗന്ദര്യമുള്ളത് കൊണ്ടല്ലേ. സൗന്ദര്യമുള്ളത് കൊണ്ടല്ലേ പിശാച് നമ്മെ പരീക്ഷിക്കാൻ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ നാമൊക്കെ വളരുമ്പോൾ നമുക്ക് പ്രലോഭനമുണ്ടാകും. ഈ സുവിശേഷ ഭാഗങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാം, ക്രിസ്തു 3 തരത്തിലുള്ള പ്രലോഭനങ്ങളെയാണ് അതിജീവിച്ചത്. 1 ശാരീരിക പ്രലോഭനം, 2 പിശാചിനെ ആരാധിക്കാൻ പറയുന്നത്, 3 ദൈവപുത്രനാണെന്ന് തെളിയിക്കൽ. ശാരീരിക പ്രലോഭനം എന്നത് ജഡത്തിന്റെ പ്രലോഭനമാണ്. വിശപ്പിന്റെ പേരിൽ ഇസ്രായേൽ ജനം ദൈവത്തോട് കലഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുവൻ എന്താണോ തൻ്റെ ജീവിതത്തിൽ ആകർഷിക്കുന്നത് അതവനെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്നു. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ശാരീരിക പ്രലോഭനത്തെ ക്രിസ്തു നേരിട്ടത് വചനം കൊണ്ടാണ്. വചനം കൊണ്ട് പ്രലോഭനത്തെ നേരിട്ട ക്രിസ്തുവിന്റെ ജീവിതം തികച്ചും വിശുദ്ധിയുള്ള ജീവിതമാണ്. പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും രണ്ടാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിശാചിനെ ആരാധിക്കാൻ പറയുന്നതാണ്. ദൈവത്തിന്റെ കൂടെ നടന്ന് മറ്റെന്തിനെയൊക്കെയോ ആരാധിച്ച് പോകുന്ന വ്യക്തികളല്ലേ നമ്മൾ. സാഹചര്യങ്ങൾ അനുസരിച്ച്, സൗകര്യങ്ങൾ അനുസരിച്ച് അന്യദേവന്മാരിലേക്ക് നാമും ചായാറില്ലേ? അപ്പോൾ ഈ ചായുന്ന നിമിഷങ്ങൾ ക്രിസ്തു നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമുക്കൊരു ആത്മശോധന നടത്താം. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനാണോ ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നത്? അതെയോ എൻ്റെ സാഹചര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും സമയത്തിനുമൊക്കെയാണോ ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നത്? ദൈവാശ്രയം കൊണ്ടാണ് ക്രിസ്തു പ്രലോഭനങ്ങളെ അതിജീവിച്ചത്. 3-ാമതായി നാം കാണുന്നത് ക്രിസ്തുവിന്റെ പ്രലോഭനം ദൈവപുത്രനാണെന്ന് തെളിയിക്കലാണ്. ദൈവത്തിന്റെ ശക്തിയെ നാം ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ജീവിത സാഹചര്യങ്ങളിൽ
ദൈവത്തിന്റെ ശക്തിയെ നാമൊക്കെ ചോദ്യം ചെയ്യാറില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നത് സാധിച്ചില്ലെങ്കിൽ, ഞാൻ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയില്ലെങ്കിൽ നാമും പരാതിപ്പെടാറില്ലേ? ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കേണ്ട നമ്മൾ അതിൽ പരാതിപ്പെടുന്നവരാണെങ്കിൽ നാമും ദൈവപുത്രനാണെന്ന് ക്രിസ്തുവിനെ തെളിയിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നു വരുന്നത്. ദൈവാശ്രയ ബോധത്തിൽ ജീവിച്ചു വചനത്തിൽ കരുത്തുള്ളവനുമായാണ് ദൈവം ഈ പ്രലോഭനങ്ങളെ ജയിച്ചത്. ഇന്ന് നാം 40-ാം വെള്ളിയാഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. പീലാത്തോസ് തള്ളിപ്പറഞ്ഞപ്പോൾ, പടയാളികള് ചമ്മട്ടി കൊണ്ട് അടിച്ചപ്പോൾ, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ, വെറോനിക്ക മുഖം തുടച്ചപ്പോൾ, തളരുന്ന ഭൂമിയും ഉരുകുന്ന വേദനയുമായി നമ്മുടെ ക്രിസ്തു കുരിശിന്റെ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുക, ക്രിസ്തുവിന്റെ ഈ കുരിശിന്റെ വഴിയിലൂടെ അനുദിനം യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ. ഈ ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാണുന്ന സൗന്ദര്യങ്ങളുടെ പിറകെ പോകാതെ ക്രിസ്തുവാകുന്ന സൗന്ദര്യത്തെ ജീവിതത്തിൽ ആസ്വദിക്കുവാനും അതിനെ പുൽകുവാനും സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ വർഷത്തെ നോമ്പ് അർത്ഥവത്തായി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയർപ്പ് ഉണ്ടാകുകയുള്ളൂ. ജീവിതത്തിന്റെ ക്ലേശങ്ങള് ദുഃഖവെള്ളികളാണെന്ന് നാം കരുതുക. അതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ഉയർപ്പിന്റെ സന്ദേശമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം വിളിച്ചോതുന്നത്. അതുകൊണ്ട് വചനത്തിലും പ്രാർത്ഥനയിലും കരുത്തുള്ളവരായി ക്രിസ്തുവിനെ പുൽകുവാനും മുന്നോട്ടുള്ള വലിയ ആഴ്ചകൾ നമ്മളെ സഹായിക്കട്ടെ. അതിന് സർവശക്തൻ നമുക്ക് ഇട നൽകട്ടെ. ആമേൻ.